ദേശീയ പുരസ്കാര ജേതാവും ചലച്ചിത്ര സംവിധായകനുമായ തോപ്പിൽ അജയന്റെ സ്മരണാർത്ഥം രൂപീകരിച്ച തോപ്പിൽ അജയൻ ഫിലിം സൊസൈറ്റിയുടെ ഉദ്ഘാടനം നടന്നു. സർഗവസന്തം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി നടനും സംവിധായകനുമായ മധുപാൽ ഉദ്ഘാടനം ചെയ്തു. കൃത്തും സംവിധായകനുമായ തോപ്പിൽ ബാസിയുടെ മകനാണ് തോപ്പിൽ അജയൻ. പെരുന്തച്ചൻ എന്ന ഒറ്റ സിനിമയിലൂടെ അന്താരാഷ്ട്ര പ്രശസ്തി നേടിയ തോപ്പിൽ അജയന്റെ സ്മരണാർത്ഥമാണ് സർഗവസന്തം 2023 എന്ന പേരിൽ തോപ്പിൽ അജയൻ ഫിലിം സൊസൈറ്റി രൂപീകരിച്ചത്. പരിപാടിയിൽ ഹ്രസ്വചിത്രങ്ങളുടെ പ്രദർശനവും മികച്ചവയ്ക്കുള്ള അവാർഡുകളും സമ്മാനിച്ചു. തോപ്പിൽ അജയന് ദേശീയ പുരസ്കാരം ലഭിച്ച പെരുന്തച്ചൻ എന്ന സിനിമയുടെ പ്രദർശനവും നടന്നു. ഫിലിം സൊസൈറ്റി ഉദ്ഘാടനം സംസ്ഥാന സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് ചെയർമാനും നടനും സംവിധായകനുമായ മധുപാൽ ഉദ്ഘാടനം ചെയ്തു. നല്ല സിനിമകൾ ആസ്വാദകർ ഒന്നിച്ചിരുന്ന് കാണേണ്ടവയാണെന്നും അതിന് അവസരമൊരുക്കാൻ ഫിലിം സൊസൈറ്റികൾക്ക് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ഫിലിം സൊസൈറ്റി മൂവ്മെന്റ് എന്ന് പറയുന്നത് പണ്ട് കാലം മുതൽ തന്നെ വളരെ സജീവമായിട്ട് നല്ല സിനിമകൾ, ചർച്ച ചെയ്യപ്പെടേണ്ട സിനിമകൾ ഒന്നിച്ചിരുന്ന് കണ്ടുകൊണ്ട് അതിൻ്റെ പിന്നിലൂടെയുള്ള ഒരു സഞ്ചാരമുണ്ട്. കാരണം അത് എന്തിനെ, ഏതിനെ, എങ്ങനെ എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ട് പോകേണ്ട ഒരു കാര്യമാണ് ചലച്ചിത്രമെന്ന് നമുക്കൊക്കെ അറിയാവുന്നത്. സൊസൈറ്റി പ്രസിഡന്റ് നൂറനാട് രാമചന്ദ്രൻ അധ്യക്ഷനായി. ചലച്ചിത്ര നടൻ മനോജ് കെ ജയൻ മുഖ്യാതിഥിയായി. തിരക്കഥാകൃത്ത് അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാതാവ് അങ്ങനെയൊക്കെയുള്ള ഏറ്റവും വിശേഷണം അർഹിക്കുന്ന ഒരു സിനിമയായിരുന്നു പെരുന്തച്ചൻ. പെരുന്തച്ചൻ എന്നുള്ള സിനിമയില്ലെങ്കിൽ ഇന്ന് ഞാൻ ഈ വേദിയിൽ ഒരിക്കലും ഉണ്ടാവില്ല. സർഗത്തിലെ കുട്ടൻ നമ്പുരാൻ എനിക്ക് കിട്ടാൻ കാരണമായതും പെരുന്തച്ചൻ കൊണ്ടാണ്. പ്രമോദ് പയ്യന്നൂർ, ഭാവചിത്ര ജയകുമാർ, എ ഷാജഹാൻ, രാജൻ കൈലാസ്, ഡോക്ടർ സുഷമ അജയൻ, റാഫി കാമ്പിശ്ശേരി, രജി പണിക്കർ, പി ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്